നമസ്കാരം ഫ്രണ്ട്സ്. നമുക്കറിയുന്ന കാര്യമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രീ കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ള ആ നിർണായകമായിട്ടുള്ള ഇടപെടലിനെ പറ്റി. ഈ നിർണായകമായിട്ടുള്ള ഇടപെടലിനുള്ള ആദരസൂചകമായിട്ട് നന്ദി സൂചകമായിട്ട് ശ്രീ ചാണ്ടി ഉമ്മൻ കാന്തപുരം ഉസ്താദിനെ നേരിട്ട് വീട്ടിൽ ചെന്നുകൊണ്ട് നന്ദി അറിയിക്കുകയും ചെയ്തതാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ സത്യങ്ങളൊക്കെ അറിയാവായിട്ടും കൂടെ ചിലർ കാന്തപുരം ഉസ്താദിനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാനും ഇകഴ്ത്തി കാണിക്കാനും ശ്രമിക്കുന്ന കാഴ്ച പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു യമനിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് പറഞ്ഞ് നടക്കുന്ന സാമുവൽ ജെറോം എന്ന് പറയുന്ന ഒരാൾ. ഇയാള് നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ കുടുംബമായിട്ട് വരെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞു നടന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതില് തലാലിന്റെ സഹോദരൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ സാമുവൽ ജെറോം എന്ന് പറയുന്ന ആള് തങ്ങളുടെ കുടുംബവുമായിട്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ചർച്ചകളും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായി അത് തലാലിന്റെ സഹോദരൻ പറയുകയാണ്. മാത്രമല്ല, ഈ സാമുവൽ ജെറോം എന്ന് പറയുന്ന ആള് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പലരിൽ നിന്നും സംഭാവനകൾ സ്വീകരിക്കുകയുണ്ടായി, മോചനത്തിനാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇങ്ങനെ സമാഹരിച്ചിട്ടുള്ള ഈ പൈസ എവിടെ പോയി എന്നാണ് തലാലിന്റെ സഹോദരൻ ചോദിക്കുന്നത്. അതായത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇയാൾ ഈ പൈസ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് തലാലിന്റെ സഹോദരൻ വ്യക്തമായി പറയുന്നത്. അപ്പം ഇതൊരു സാമ്പത്തിക തട്ടിപ്പല്ലേ ഇയാൾ നടത്തിയിരിക്കുന്നത് എന്നാണ് തലാലിന്റെ സഹോദരൻ ചോദിക്കുന്നത്. തലാലിന്റെ സഹോദരൻ അക്കമിട്ട് പറയുകയാണ്, ഇയാള് സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം. കാരണം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തില് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് സമാഹരിച്ചിട്ടുള്ള പൈസ ഒരിടത്തും ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല എന്നാണ് തലാലിന്റെ സഹോദരൻ പറയുന്നത്. തലാലിന്റെ സഹോദരൻ തന്നെ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വിടുമ്പോൾ ഇതിനകത്ത് സത്യമില്ലാതിരിക്കുമോ? നമുക്കൊരിക്കലും തലാലിന്റെ സഹോദരനെ ഈ ഒരു വിഷയത്തിൽ അവിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ഈ നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തലാലിന്റെ കുടുംബത്തിന് വ്യക്തമായിട്ടുള്ള അറിവുകളുണ്ട്. അങ്ങനെയുള്ളപ്പം ഈ ഒരു വിഷയത്തിൽ തലാലിന്റെ സഹോദരൻ പറഞ്ഞ കാര്യങ്ങളും കൃത്യം തന്നെയായിരിക്കും, സത്യം തന്നെയായിരിക്കും. സത്യത്തില് ശ്രീ കാന്തപുരം ഉസ്താദിനെ പോലുള്ള വലിയ മനുഷ്യരെ ഡീഗ്രേഡ് ചെയ്യാനും ഇകഴ്ത്തി കാണിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്ന ചില ആളുകളുടെ യഥാർത്ഥ മുഖമല്ലേ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസവും. നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണല്ലോ. യമൻ പോലെ ഇസ്ലാമിക മത നിയമങ്ങൾ ശക്തമായി പിന്തുടരുന്ന ഒരു രാജ്യത്തെ ഇസ്ലാമിക മത പണ്ഡിതന്മാരുമായിട്ട് ശ്രീ കാന്തപുരം ഉസ്താദിന് ശക്തമായ ബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെടാമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതും അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയതും. അങ്ങനെയുള്ളപ്പോഴും ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് പോലെ യൂസ് ചെയ്യാതെ കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല എന്നാണ് കണ്ണു അടച്ചുകൊണ്ട് ചിലർ വാദിക്കുന്നത്. ഇവരെന്താണ് പറയേണ്ടത്? ഇവർക്ക് എന്ത് വിവേകമാണുള്ളത്? ഇവർക്ക് എന്ത് വിവരമാണുള്ളതെന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ തലാലിന്റെ സഹോദരൻ ചോദിച്ചിരുന്നല്ലോ, നിമിഷപ്രിയയുടെ മോചനത്തിന് എന്ന് പറഞ്ഞ് ഈ സാമുവൽ ജെറോം സമാഹരിച്ചു കൂട്ടിയ പൈസയല്ല എവിടെ പോയി എന്നുള്ളത്. ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഏതായാലും ഈ പൈസയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പൈസ എവിടെ പോയി എന്നൊക്കെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഈ സാമുവൽ ജെറോം രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ഇന്റർവ്യൂവുമായിട്ട്. ആ ഇന്റർവ്യൂവില് അയാള് ഈ നിമിഷപ്രിയയുടെ അമ്മയും കൂടെ കൂട്ടി, നിമിഷപ്രിയയുടെ അമ്മയും അടുത്തിരുത്തിയാണ് ഈ ഇന്റർവ്യൂവിൽ ഇയാൾ പങ്കെടുക്കുന്നത്. ഈ നിമിഷപ്രിയയുടെ അമ്മയെ കൊണ്ട് അയാൾ പറയിക്കുകയാണ്, അയാള് ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനാണ്, അയാൾ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടില്ല, അയാൾ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിലാണ് ചെയ്യുന്നത് എന്നൊക്കെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ MLA ചെയ്തു കൊടുക്കുന്നത് ഈ സാമുവൽ ജെറോമാണ്. അപ്പം അങ്ങനെ ഈ നിമിഷപ്രിയ വിഷയത്തില് ആ നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ പൂർണ്ണ വിശ്വാസ്യത ഇയാള് നേടി വെച്ചിരിക്കുകയാണ്. അധികം ലോകപരിചയം പോലും ഇല്ലാത്ത പ്രായമായിട്ടുള്ള ഈ നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് എങ്ങനെ അറിയാനാണ് ഈ സാമുവൽ ജെറോം സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം? നിമിഷപ്രിയയുടെ പേരും പറഞ്ഞ് ഇയാള് പൈസ സമാഹരിച്ചതെല്ലാം ഈ നിമിഷപ്രിയയുടെ അമ്മയോട് പറഞ്ഞിട്ടായിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല. ഇയാൾക്ക് എന്തെങ്കിലും തട്ടിപ്പ് നടത്തണമെങ്കിൽ ഇയാള് വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടെ ആരും അറിയാതെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാകുക. അല്ലാതെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് നിമിഷപ്രിയയുടെ കുടുംബത്തെ അറിയിച്ചിട്ടായിരിക്കും ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകുക. പിന്നെ ഈ നിമിഷപ്രിയയുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന ഇന്റർവ്യൂ നടത്തിയതിന് എന്ത് ആധികാരികതയാണുള്ളത്? ശ്രീ കാന്തപുരം ഉസ്താദിനെ എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ഇകഴ്ത്തി കാണിക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ചെറിയൊരു പഴുത് കിട്ടിയിരിക്കുകയാണ്. അതായത് തലാലിന്റെ സഹോദരൻ പറഞ്ഞിരിക്കുകയാണ്, ശ്രീ കാന്തപുരം ഉസ്താദോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ തങ്ങളുടെ കുടുംബമായിട്ട് നേരിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളത്.
അത് പറഞ്ഞുകൊണ്ട് ചില വാർത്താ മാധ്യമങ്ങളടക്കം കാന്തപുരം ഉസ്താദിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശ്രീ കാന്തപുരം ഉസ്താദ് ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ തലാലിന്റെ കുടുംബവുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അദ്ദേഹം ചർച്ച നടത്തിയിരിക്കുന്നത് യമനിലെ ഇസ്ലാമിക മതപണ്ഡിതന്മാരുമായിട്ടാണ്, അല്ലാതെ ഈ തലാലിന്റെ കുടുംബവുമായിട്ടല്ല. തലാലിന്റെ കുടുംബവുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് കാന്തപുരം ഉസ്താദിന്റെ പ്രതിനിധികളെ യമനിലേക്ക് അയക്കണമെന്ന് സുപ്രീം കോടതിയിൽ വാദം ഉണ്ടായ സമയത്ത് കേന്ദ്ര സർക്കാരാണ് ഇടപെട്ട് പറഞ്ഞത് ഇപ്പം തൽക്കാലം മധ്യസ്ഥരെ ഒന്നും അയക്കണ്ടെന്ന്. അതുകൊണ്ട് മാത്രമാണ് ശ്രീ കാന്തപുരം ഉസ്താദോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ യമനിൽ പോയിട്ട് ഈ തലാലിന്റെ കുടുംബവുമായിട്ട് ചർച്ച നടത്താതിരുന്നത്. മധ്യസ്ഥരെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതി വന്ന സമയത്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് പറഞ്ഞത് ഇപ്പം തൽക്കാലം മധ്യസ്ഥരെ ഒന്നും അയക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം അവിടെ ചർച്ച നടന്നു വരികയാണ്, ആ ചർച്ചയെ ബാധിക്കുമെന്നതിനാൽ മറ്റ് മധ്യസ്ഥരെ ഒന്നും അയക്കേണ്ട എന്നൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ശ്രീ കാന്തപുരം ഉസ്താദിന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത്. ഈ തലാലിന്റെ കുടുംബമായിട്ടുള്ള ചർച്ചയിൽ കാന്തപുരം ഉസ്താദിനോ അദ്ദേഹത്തിന്റെ പ്രതിനിധികൾക്കോ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ശ്രീ കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന്റെ എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ച് ഈ തലാലിന്റെ കുടുംബവുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതിനുള്ള അവസരം ഇപ്പം തൽക്കാലം ലഭിച്ചിട്ടില്ല. അതാണ് സത്യാവസ്ഥ. അല്ലാതെ ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പോലെ, അതായത് ഉസ്താദിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ കാന്തപുരം ഉസ്താദ് ഒരിക്കലും ഈ തലാലിന്റെ കുടുംബമായിട്ട് ചർച്ച നടത്തി എന്ന് പറഞ്ഞിട്ടില്ല ഒരിടത്തും. അദ്ദേഹം ഇസ്ലാമിക മതപണ്ഡിതന്മാരുമായിട്ടാണ് ചർച്ച നടത്തിയത്. ആ ചർച്ചയുടെ ഫലമായിട്ടാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നീട്ടിക്കിട്ടിയതും. അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ചർച്ചകൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം വർഷങ്ങളായി. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടും ചർച്ചകൾ നടന്നു വരിക തന്നെയായിരുന്നു. അന്നേരം ഒന്നും ഒരു ഫലം ഉണ്ടായില്ല. പക്ഷെ കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ട് ഉടനെ തന്നെ പിറ്റേ ദിവസം നമുക്ക് വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവുമല്ലോ, ശ്രീ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് യമനിലെ കോടതി. അതാണ് സത്യാവസ്ഥ. അതുകൊണ്ടാണ് ശ്രീ ചാണ്ടിയുമ്മൻ നേരിട്ട് കാന്തപുരം ഉസ്താദിന്റെ വീട്ടിൽ പോയി കണ്ട് അദ്ദേഹത്തെ നന്ദി അറിയിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ശ്രീ കാന്തപുരം ഉസ്താദിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നവരുടെ വിലയാണ് ഓരോ ദിവസം കഴിയുന്നവരും ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. അവർക്കാണ് വിലയില്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നത്, അവരാണ് പരിഹാസ്യരായി പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാന്തപുരം ഉസ്താദ് ഒരിക്കലും ക്രെഡിറ്റ് അടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇകഴ്ത്തി കാണിക്കാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും അല്ല ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് ഇടപെടൽ നടത്തുമെന്ന് പറഞ്ഞു. അത്രേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തു. ലാസ്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ചർച്ച നടത്താൻ തയ്യാറാണ് തലാലിന്റെ കുടുംബമായിട്ട് എന്നുള്ള കാര്യമാണ്. ശരിക്കും ഇവിടെ കാന്തപുരം ഉസ്താദിന് എന്താണ് നഷ്ടം? ഈ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് നഷ്ടം? അദ്ദേഹത്തിന് ഒരു നഷ്ടമില്ല. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മനുഷ്യത്വത്തിന്റെ പേരിലാണ്. അത് മനസ്സിലാകാതെ അദ്ദേഹം ക്രെഡിറ്റിന് വേണ്ടിയാണ്, ഇതിനാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇപ്പൊ സ്വയം പരിഹാസ്യരായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സത്യാവസ്ഥ.